എല്ലാവർക്കും ഇ.ടി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സിൽബി പൗലോസ്. നമസ്കാരം. നമസ്കാരം. സാധാരണക്കാർക്ക് ഇൻഡെക്സ് ETF-കളിലൂടെ എങ്ങനെയാണ് ഒരു സുരക്ഷിതമായ നിക്ഷേപം കെട്ടിപ്പടുക്കാൻ വേണ്ടി സാധിക്കുക? ഇൻഡെക്സ് ETF എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് മെത്തേഡാണ്. ആർക്ക് വേണമെങ്കിലും, ഏതൊരു സാധാരണ ആൾക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വളരെ മിനിമൽ പ്രൈസേ ഉള്ളൂ. അതുപോലെ തന്നെ റിസ്ക് ഭയങ്കര കുറവാണ്. അതായത് ഇപ്പോൾ ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി 50യുടെ ETF ഉണ്ടായ നിഫ്റ്റി ബീസ്, ബാങ്ക് നിഫ്റ്റിയുടെ ETF ഉണ്ടായ ബാങ്ക് ബീസ്, IT ഇൻഡെക്സിൻ്റെ ETF ഉണ്ടായ IT ബീസ്, ഫാർമയുടെ ഫാർമ ബീസ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആരോട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളോട് ചോദിക്കുകയാണ് ഗോൾഡും സിൽവറിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ക്രിസ്റ്റ്യൻ എന്താ പറയുക? ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അവിടെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. എല്ലാവരും ഗോൾഡെല്ലാം എത്ര വേണമെങ്കിലും വാങ്ങിച്ചു വയ്ക്കാൻ റെഡിയാണ്. അങ്ങനെയുള്ളവർക്ക് ഗോൾഡ് വാങ്ങുന്നതിന് പകരം, അത്രയും പൈസ കൊടുക്കുന്നതിന് പകരം ഒരു 52 രൂപ മുതലുള്ളപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ പറഞ്ഞു തുടങ്ങിയതാണ് ഇന്ന് അതിൻ്റെ വില എത്രയാണ്. അപ്പോൾ ആ ഒരു ഗോൾഡ് ബീസ്, സിൽവർ ബീസ്, ഇതാണ് ഏറ്റവും മികച്ച് നിൽക്കുന്ന ബീസുകൾ. പിന്നെ കുറച്ച് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ PSU, ബാങ്ക് ബീസ്, ജൂനിയർ ബീസ്, അങ്ങനത്തെ കുറച്ച് ETF ഫണ്ടുകളുണ്ട്. പക്ഷെ അത് നമ്മൾ കുറച്ചും കൂടി സൈക്ലിക്കലാണ്. എല്ലാ സീസണിലും അല്ല, ലോങ് ടൈമിലേക്ക് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. മാം എപ്പോഴും ട്രേഡിങ്ങിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിനെയാണല്ലോ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം? അതിൻ്റെ ഏറ്റവും വലിയ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരം ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വിക്ക് റിച്ച് മണി മെത്തേഡാണ്, പെട്ടെന്ന് കാശ് കിട്ടും. അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ പരാജയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ട്രേഡിങ്ങിൽ നഷ്ടക്കണക്കുകൾ കൂടുതൽ പറയുന്നത്? അവരുടെ വിചാരം പെട്ടെന്ന് എന്തെങ്കിലും ഇത്തിരി പഠിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് കുറേ കാശ് കിട്ടും. അങ്ങനെയല്ല. അതിപ്പോൾ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നതായിക്കോട്ടെ, നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചാലും നമുക്ക് അവിടെ പ്രോ ആവാൻ പറ്റത്തുള്ളൂ. പക്ഷെ ട്രേഡിങ്ങിൽ എല്ലാവർക്കും വന്ന് 5 ദിവസം 10 ദിവസത്തിനുള്ളിൽ പ്രോ ആവണം, അത് നടക്കില്ല. അത് അവിടെ കിട്ടുന്ന റിട്ടേൺ കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ റിസ്ക്കും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ജോലിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സേഫ്. അവർക്കൊന്നും അറിയാനില്ല. നമ്മുടെ വീട്ടിലൊരു തെങ്ങ് എന്താ പറയുക, തേക്കുന്നതിൽ നടന്ന പോലെയാണ്. 5 വർഷം 10 വർഷം കഴിയുമ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ നിങ്ങളുടെ എന്താ പറയുക ഫ്യൂച്ചർ പ്ലാനിന് വേണ്ടിയിട്ടോ, റിട്ടയർമെൻറ്റ് പ്ലാനായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ടൊക്കെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ചിലപ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത റിട്ടേൺ വരെ അതിൽ കിട്ടും. അപ്പോഴാണ് ആളുകൾ പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്നത്, ഇത് കൊള്ളാലോ എന്ന് നമുക്ക് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയാലോ. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെത്തേഡല്ല. നിങ്ങൾ പഠിച്ച് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ജയൻസ്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ നിങ്ങൾ ചവിട്ടി പുറത്താക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിനേക്കാളും ഏറ്റവും നല്ലത് സിമ്പിൾ വേ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആണ്. പക്ഷേ അതിൽ സമയം കൂടുതൽ കൊടുക്കണം. പക്ഷെ അതിനാരും റെഡിയല്ല. എല്ലാവർക്കും പെട്ടെന്ന് കാശ് വേണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ കുറേ കാര്യങ്ങളുണ്ട്. പഠിച്ച് ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആക്കാൻ പറ്റും. പക്ഷെ ആ ടൈം എല്ലാവർക്കും കൊടുക്കാത്തതുകൊണ്ടാണ് അവർക്ക് നഷ്ടം വരുന്നത്. അതായത് ഒന്നും കിട്ടാതെ ആരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരും? ആരും വരില്ല. എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇത്ര നാളായിട്ട് ഇവിടെ നിലനിൽക്കുന്നു? എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്ര ആൾക്കാർ വരുന്നു? അത് രാജ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ടൈം കൊടുക്കണം, പഠിക്കണം, അതിന് വേണ്ടി നിൽക്കണം. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയല്ല. ടൈം കൊടുത്താൽ മതി, പഠിക്കേണ്ട ആവശ്യം അധികം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ട്രേഡിങ്ങിൽ എടുക്കുന്ന എഫേർട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഈ എഫേർട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇടുന്നുള്ളൂ, ട്രേഡിങ്ങിൽ അത്ര ഇട്ടാൽ പോരാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം എല്ലാവർക്കും കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ആളുകൾക്ക് വേഗം ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 500 രൂപ ഇട്ടു, കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 1000 രൂപ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, വേഗം പിൻവലിച്ച് കിട്ടിയ ലാഭം കൊണ്ട് പോകുമല്ലോ. അങ്ങനെ ചെറിയൊരു ലാഭത്തിൽ നമ്മൾ അങ്ങനെ പിൻവലിക്കുന്നത് ശരിയായിട്ടുള്ളൊരു നീക്കമാണോ? അത് ഇറ്റ്സ് ഡിപ്പെൻസ്. അതായത് ഇപ്പോൾ 500 രൂപയ്ക്ക് 1000 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ 50% റിട്ടേൺ ആണ്. എവിടെ കിട്ടും 50% റിട്ടേൺ? നിങ്ങൾ ആ 50% റിട്ടേൺ ഒരാഴ്ച കൊണ്ട് കിട്ടി. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചോദിക്കാം, നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്, നിങ്ങൾ അത് എത്ര രൂപ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ പറയും, ക്രിസ്ത്യാനി എന്ത് പറയും, മാക്സിമം 1,50,000. 50% ഇസ് ഫൈൻ. അത് എത്ര നാൾ കൊണ്ട് വേണം? ഒരു ദിവസം കൊണ്ടോ, ഒരു മിനിറ്റ് കൊണ്ടോ, 5 മിനിറ്റ് കൊണ്ടോ? അല്ല, ഒരു വർഷം കൊണ്ട് ഒരു 50,000 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് റിട്ടേൺ. ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോങ് മെത്തേഡ്. ലോങ് ടൈം, അതായത് നമ്മളിപ്പോൾ ചില സെക്ടേഴ്സിൽ മോശം പെർഫോമൻസ് വരുമ്പോൾ നമ്മൾ ആ പൈസ മാറ്റി വേറെ ഇതിലേക്ക് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഞാനെപ്പോഴും പറയണ്ട, ഇപ്പോൾ നമ്മുടെ കയ്യിൽ A എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും B എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, അല്ലെങ്കിൽ A എന്ന് പറഞ്ഞ ബിസിനസ്സും B എന്ന് പറയുന്ന ബിസിനസ്സും ഉണ്ട്. A ബിസിനസ് നമ്മൾ എത്രയൊക്കെ മുടക്കിയിട്ടും ഇതിൽ അങ്ങനെ സക്സസ് ആവാൻ പറ്റുന്നില്ല. B എന്ന് പറയുന്ന ബിസിനസ് നമ്മൾ മുടക്കിയതൊക്കെ നമുക്ക് പ്രോഫിറ്റ് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? A എന്ന് പറയുന്ന ബിസിനസ് ക്ലോസ് ചെയ്ത് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് Bയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പൈസ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യുക, അത് വെയിറ്റ് ചെയ്യുക. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അവിടെ ഒരു പെട്ടെന്ന് കാശ് എടുത്തു കഴിഞ്ഞാൽ ഈ 1000 ചിലപ്പോൾ 2000 ആയി നമ്മൾ എന്ത് പറയും, അയ്യോ അത് പോയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. ഇത് ഇപ്പോൾ നിങ്ങൾ 1000-ൽ എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ അതിൽ എക്സിറ്റ് ചെയ്ത്. പക്ഷെ അതർവൈസ് നിങ്ങളത് കീപ്പ് ചെയ്ത് ആ ഒരു വർത്ത് ഫുള്ളായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത്.
ഇതിനകത്ത് സൈക്കോളജി ഭയങ്കര പ്രധാനമാണല്ലോ. അതായത് നമ്മൾ ഇപ്പം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഗോൾഡ് ഒന്ന് താഴോട്ട് വന്നത് കണ്ടു, അപ്പത്തേനും ആളുകൾ വേഗം ഗോൾഡ് വിറ്റ് കിട്ടിയ റിട്ടേണും കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ ഇടിയുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് പാകപ്പെടുത്തേണ്ടത്? അതെ, സൈക്കോളജിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എല്ലാവരും ഈ ട്രേഡിങ്ങിൻ്റെ പല വശങ്ങളോട് ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ ചില സമയത്ത് നമ്മൾ പേഷ്യൻസും ഡിസിപ്ലിനോടും കൂടി നിന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്യുകയല്ല വേണ്ടത്. നമുക്കൊരു പ്ലാൻ വേണം. ഇത്രയും കഴിഞ്ഞെങ്കിൽ എനിക്കത് റിസ്ക് ആണ്, എൻ്റെ പൊസിഷൻ എനിക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, നേരത്തെ എനിക്ക് ഇത്രയും കിട്ടി, ഇപ്പം എനിക്ക് ഇത്രയേ ഉള്ളൂ, അപ്പം അത്രയും കിട്ടട്ടെ, അപ്പം നമുക്കത് എക്സിറ്റ് ചെയ്യും. അതൊക്കെ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് വന്നാൽ മാത്രം നിങ്ങൾക്ക് അതിൽ സക്സസ് ആകാൻ പറ്റും. അല്ലാതെ പെട്ടെന്ന് ഇത്തിരി പഠിച്ചു അങ്ങോട്ട് പോവുക, അത് ചെയ്യുക, എനിക്ക് ഉച്ചയ്ക്ക് ഇത്തിരി സമയമുണ്ട് ഞാൻ ട്രേഡ് ചെയ്ത് കുറച്ച് കാശുണ്ടാക്കി, അങ്ങനെയൊന്നും ഇതിൽ സക്സസ് ആവാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ടെക്നിക്കൽ അനാലിസിസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ഫണ്ടമെന്റൽ കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ടെക്നിക്കൽ അനാലിസിസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ, അതായത് ഫണ്ടമെന്റൽ നോക്കിയാണ് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടെക്നിക്കൽ അനാലിസിസ് ഷോർട്ട് ടൈമിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഷോർട്ട് ടൈമിന് വേണ്ടിയാണ് നിങ്ങൾ ടെക്നിക്കലി വെച്ച് ട്രേഡ് എടുക്കുന്നതെങ്കിൽ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് അധികം ഒരുപാട് നോക്കണമെന്നില്ല. ഒരു മീഡിയം ലെവലൊക്കെ നോക്കിയാൽ മതി. ജസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, പിന്നെ അതിൻ്റെ പി റേഷ്യോ, പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, എന്തെങ്കിലും രീതിയിലുള്ള ബ്രേക്ക് ഔട്ട്സ് ഉണ്ടോ, പിന്നെ ബിഗ് പ്ലെയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, പിന്നെ അവരുടെ പുതിയ ഇവൻറ്റ്സ് എന്താ, അവരുടെ OPM ഓപ്പറേറ്റ് മാർജിൻ പെർസെൻറ്റേജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ്, ഷോർട്ട് ടൈം ട്രേഡ് എടുക്കാം. ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് സ്കാനേഴ്സൊക്കെ അവൈലബിൾ ആണ്. അത് ഒരു മിനിമൽ ലോങ് ടൈമിലേക്ക് എന്താ പറയുക, ഈ പറഞ്ഞ മാർക്കറ്റ് ക്യാപ്പ് ഇതെല്ലാം ഒന്നും കൂടി വിലയിരുത്തണം. മറ്റേ നമ്മളൊന്ന് ഓക്കെ ഫൈൻ എന്നുള്ളത്, പക്ഷെ അത് കറക്റ്റായിട്ട് ഒന്നുകൂടി വിലയിരുത്തി അവരുടെ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കും ഗ്രോത്ത് ഓറിയൻറ്റഡ് എന്താണ് ഫ്യൂച്ചറിൽ അവർക്ക് എങ്ങനെ അവർക്ക് വളരാൻ പറ്റും, അതൊക്കെ നോക്കിയിട്ടാണ് കൂടുതൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. മറ്റൊരാളുടെ ഉപദേശം കേട്ടുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് നല്ലതാണോ? അത് ഡിപ്പെൻസ് ഓൺ എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരാൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് എക്സ്പേർട്ട് അല്ല, നമ്മൾ ഫ്രണ്ട്സ് ടു ഫ്രണ്ട്സ് അത് ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. അത് ഫ്രണ്ട്സിലുള്ള നമ്മുടെ വിശ്വാസമാണ് ആ ട്രേഡ്, അല്ലാതെ ട്രേഡിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിലുള്ള വിശ്വാസമല്ല. പക്ഷെ നിങ്ങൾ അറിയാവുന്ന ഒരാളുടെ അടുത്ത് തീർച്ചയായും സജഷൻ എടുക്കാം. പക്ഷെ അതിൻ്റെ കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് സജഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല. പക്ഷെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളാണ്. പക്ഷെ അവർക്ക് എത്രമാത്രം ഒരു നോളജ് ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ വീട്ടമ്മമാരും സ്ത്രീകളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡിങ്ങിലേക്ക് കടന്നു വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ എന്തോ ഒരു കാര്യം അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പം അങ്ങനെ മടിയുള്ള സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവർ കടന്നു വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് ഇൻകമായി ട്രേഡിങ്ങിനെയൊക്കെ അല്ലെങ്കിൽ ഓഹരി വിപണിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് സക്സസ് ആകുന്നത്. ഇപ്പോൾ ഇതിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കമൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും, എല്ലാവരും അഭിപ്രായം പറയും. കാരണം അവരുടെ കയ്യിൽ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലായപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു പഞ്ചസാര തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നും കൂടി ഉള്ളൂ, നാളെ മേടിക്കണം. അപ്പം നമ്മളത് പ്രിപ്പയർഡ് ആണ്, നമുക്കത് കുറച്ച് ദീർഘവീക്ഷണം നമുക്കുണ്ട്. നേരെ കുറച്ച് ബോയ്സ് ആണെങ്കിൽ എന്താ, നാളെയും കൂടി ഉണ്ടല്ലോ, അത് വേണ്ടി മേടിച്ചാൽ മതിയല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുള്ള പൈസ ഒരുപാട് കളയാതെ നോക്കും, കിട്ടുന്നത് മാക്സിമം എടുക്കാനും നോക്കും. അപ്പോൾ ആ ഒരു സാമ്പത്തിക അച്ചടക്കം സ്ത്രീകൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ സക്സസ് ആവാൻ പറ്റും. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് കുറിച്ച് എല്ലാവരും നെഗറ്റിവിറ്റി പറയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് മടിക്കും. പക്ഷേ നിങ്ങൾ വീട്ടിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്തവർക്ക് ഇത് വലിയ രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു 6 months എങ്കിലും ഇതിന് വേണ്ടി സമയം കൊടുക്കണം. കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ഗൈഡ് ചെയ്യുന്നവരുടെ അടുത്ത് നിങ്ങൾ എത്തണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ കുറേ കിട്ടും എന്നുള്ളൊരു ഗ്രീഡി മൈൻഡ് സെറ്റ് ഉണ്ടാക്കാതെ നിങ്ങൾ കുറേശ്ശെ സ്റ്റോക്ക് മാർക്കറ്റ് വലുതാവേണ്ട കൂടെ നമുക്കും വലുതാവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ഗൈഡൻസ് കറക്റ്റായിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കുക എന്നുള്ളതാണ്. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ ഏതെങ്കിലും ഒരു ഏരിയയിലാണോ, അതോ ഡൈവേഴ്സിഫിക്കേഷൻ എത്രത്തോളം പ്രധാനമാണ്? ഡൈവേഴ്സിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ സ്റ്റോക്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പൈസ അവിടെ നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ പ്രോഫിറ്റ് തന്നല്ല നമ്മൾ പ്രോഫിറ്റബിൾ ആവുന്നത്. നമ്മൾ 10 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 5 നിങ്ങൾക്ക് ലോസ് ആയി പോകട്ടെ, പക്ഷെ ബാക്കി 5 നിങ്ങളുടെ ടാർഗറ്റ് അടിച്ച് യു വിൽ ബി പ്രോഫിറ്റബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ സെക്ടേഴ്സിലും കറക്റ്റായിട്ട് അത് അലോക്കേറ്റ് ചെയ്യണം. ഒരു സെക്ടറിൽ തന്നെ ഉണ്ടെങ്കിൽ ആ സെക്ടറിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോകും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ നമുക്കറിയാം എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, ഇന്ത്യയുടെ എന്നല്ല ലോകത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരുപാട് കണ്ടു. അപ്പോൾ അത് ഓറിയന്റഡ് ആയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ, കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ. ഇന്ന് ET ടോക്സിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സിൽബി പൗലോസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.